സിനിഫൈൽസ് അഭിമാനത്തോടു കൂടിയാണ് ശ്രീരാജ് ശ്രീനിവാസൻ ഈ ഒരു പേര് ഈ ഒരു മൊമെന്റിൽ ഞാൻ പറയുന്നത്. തൃശ്ശൂർ ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ DFM പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിപ്ലോമ ഇൻ ഫിലിം മേക്കിംഗ്. ഞാൻ DFM പഠിക്കുന്ന കാലത്ത് എന്നേക്കാൾ മുമ്പായിട്ട് അവിടുന്ന് ഇതേ കോഴ്സ് പഠിച്ചിറങ്ങി പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് ശ്രീരാജ്. കുറച്ച് വർഷങ്ങൾക്കിപ്പുറം ഇദ്ദേഹം കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസിനൊക്കെ വെച്ച് പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു, പുറത്തിറക്കി, അതൊന്ന് റിലീസായി. അപ്പോൾ റിലീസായ സമയത്ത് സ്ക്രീനിൽ ഈ സംഭവം കാണുന്ന സമയത്ത് പേഴ്സണലി എനിക്കുണ്ടാവുന്ന സന്തോഷം വളരെ വലുതാണ്. കാരണം എന്റെ സീനിയർ ആണ്, ഞാൻ പഠിച്ച അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങി പോയിട്ടുള്ള വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ അഭിമാനവും സന്തോഷമൊക്കെ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിവ്യൂ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രാവൻകൂട് ഷാപ്പ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഷാപ്പിനകത്ത് നടക്കുന്ന കഥയാണ്, കള്ള് ഷാപ്പാണ്. തൃശ്ശൂർ പശ്ചാത്തലമാക്കി കഥ പറയുന്ന സിനിമയാണ്. കുറച്ച് കാലങ്ങളായിട്ട് തൃശ്ശൂർ പശ്ചാത്തലമാക്കിയ സിനിമകൾ നോക്കിയാൽ കാണാൻ പറ്റും, ചുമ്മാ കാര്യമൊന്നുമില്ലാണ്ട് ചുമ്മാ തൃശ്ശൂർ പാസം കാണിക്കാൻ വേണ്ടിയിട്ട് ആ ലൊക്കേഷനുകൾ ചുമ്മാ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. വടക്കുനാഥ ക്ഷേത്രം, റൗണ്ട്, അങ്ങനെ കുറച്ച് മെയിൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കഥയ്ക്ക് ആവശ്യമുള്ള ലൊക്കേഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അനാവശ്യമായ തൃശ്ശൂർ പാസം കുത്തിക്കയറ്റൽ പരിപാടിയൊന്നുമില്ല. ആ ഒരു സ്ലാങ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും കള്ള് ഷോപ്പും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനാണ് വന്നിട്ടുള്ളത്. അത് വൃത്തിക്ക് അവർ ആ ഒരു ലൊക്കേഷൻ മാത്രം പിടിച്ച് കഥ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഥയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ കൊമ്പൻ ബാബു ആണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. കൊമ്പൻ ബാബുവായിട്ട് ശിവജിത്താണ് വന്നിട്ടുള്ളത്. കൊമ്പൻ ബാബു മരണപ്പെടുന്നു, ഒരു രാത്രിയിൽ മരണപ്പെടുകയാണ്. അത് കൊലപാതകമാണെന്നുള്ള സംശയം വരുന്നു, പോലീസ് അന്വേഷിക്കാൻ വരുന്നു. അന്വേഷണമായിട്ട് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരാണ് എസ് ഐ സന്തോഷ്. അത് ബേസിലാണ് ചെയ്തിട്ടുള്ളത്. ആരാണ് കൊമ്പൻ ബാബുവിനെ കൊന്നത്, എന്തിനു വേണ്ടിയാണ് കൊന്നത് തുടങ്ങിയ അന്വേഷണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഥ പോവുകയാണ്. ഒടുവിൽ സ്വാഭാവികമായിട്ട് കുറ്റവാളികളെ കണ്ടെത്തുന്നതാണ് കഥ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഈ സിനിമയ്ക്കകത്ത് കൊമ്പൻ ബാബുവിൻ്റെത് ഒരു കൊലപാതകമാണെന്നുള്ളത് ആദ്യത്തെ സംശയം ഉണ്ടാക്കാൻ വേണ്ടി പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കാനും അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സീനുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സീനുകൾ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്ത സീനായിട്ട് ഫീൽ ചെയ്യും. ഒരു സ്വാഭാവികത അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ കഥ മുമ്പോട്ട് പോകും തോറും ഒരുപാട് ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ വരുന്ന സമയത്ത് ആ ഫ്ലോ പരിപാടികളൊന്നും അവിടെ കിട്ടുന്നില്ല. നമുക്ക് ഭയങ്കര കല്ലുകടിയാണ് ഫീൽ ചെയ്യുന്നത്. അതും പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് കൊമ്പൻ ബാബുവിന്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം കാണിക്കുന്നുണ്ട്. ബേസിലിന്റെ ഒക്കെ ഫാദറിന്റെ സംഭവമൊക്കെ അത് കാണിക്കുന്ന സമയത്ത് കാലഘട്ടം എത്രയോ വർഷങ്ങൾക്ക് പുറകുള്ള സംഭവമാണ് കാണിക്കുന്നത്. പക്ഷെ കാലഘട്ടം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ലൈവായിട്ട് കഥ പറഞ്ഞു പോകുന്ന അതേ കാലഘട്ടം തന്നെയാണ് നമുക്ക് ഫ്ലാഷ് ബാക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. കാലഘട്ടങ്ങളെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഫ്ലാഷ് ബാക്ക് പലപ്പോഴും വരുന്ന സമയത്താണെങ്കിൽ പോലും പ്രേക്ഷകർ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് എന്തിനാണ് ഈ ഒരു മൊമെന്റിൽ ഇവിടെ കൊടുത്തത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ആവശ്യം തുടങ്ങിയ ആ ഒരു കൺഫ്യൂഷൻ, ആ ഒരു ചിന്തയൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് പ്രശ്നം തോന്നിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതിൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ ആ ഒരു ട്രാക്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് യഥാർത്ഥ കൊലയാളികൾ ആരാണെന്നുള്ള സംശയം പ്രേക്ഷകർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സീനുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാം കൊലയാളികൾ എന്ന് വിശ്വസിപ്പിക്കാനുള്ള കുറച്ച് സീനുകൾ കുറേ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ സംഭവം വരുന്ന സമയത്ത് അത് കുറച്ച് കൂടുതലായി. കാരണം നമുക്ക് ആ സംശയം ഉണ്ടാക്കാതിരിക്കാനായിട്ട് അനാവശ്യമായി കുറേ സീനുകൾ ഇവിടെ ഉണ്ടാക്കിയെടുത്ത പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡാർക്ക് ഹ്യൂമർ പരിപാടികളൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് എല്ലായിടത്തൊന്നും വർക്ക് ആവുന്നില്ല. പലയിടത്തും അതൊക്കെ പാളി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബേസിൽ ചെയ്യുന്ന ക്യാരക്ടർ SI സന്തോഷിന്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ അത് പ്രത്യേകം പറയേണ്ട ഒരു ക്യാരക്ടറാണ്. അത് ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കാരണം ഇയാളുടെ വ്യക്തിത്വത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഏൽക്കുന്നില്ല. ചില സമയങ്ങളിൽ വളരെ വിദഗ്ധനായിട്ടുള്ളൊരു പോലീസ് ഓഫീസർ ആവുന്നു, എന്നാൽ ചില സമയത്ത് ഒരു കോമാളിയെ പോലെയായിട്ട് മാറുന്നു. എന്നാൽ ഈ ഒരു ചൈൽഡ്ഹുഡാണ് അതിന്റെ റീസൺ എന്നോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇയാൾ അങ്ങനെയൊക്കെ ആയതെന്നുള്ള സംഭവങ്ങളൊന്നും പ്രേക്ഷകർക്ക് ഓർക്കാനുള്ള സാവകാശം അവിടെ കിട്ടുന്നില്ല. ഇയാൾ ചുമ്മാ കോമാളിത്തരങ്ങൾ കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. ആ ചൈൽഡ്ഹുഡ് ട്രോമയാണ് ഇയാൾ ഇങ്ങനെ ആക്കുന്നത് തുടങ്ങിയിട്ടുള്ള ആ സംഭവം ഇവിടെ വർക്കായിട്ടില്ല. പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് ഇതൊരു ത്രില്ലർ സിനിമയാണ്. സ്വാഭാവികമായിട്ടും ത്രില്ലർ സിനിമകൾ കാണുന്ന സമയത്ത് നമുക്കൊരു വാവ് ഫാക്ടർ കിട്ടണം. പക്ഷെ ഇതിനകത്ത് അങ്ങനെ സംഭവം നമുക്ക് കാണാൻ പറ്റില്ല. കഥ കാണുന്നു, കഥ പറയുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും കൊലയാളികൾ. പക്ഷെ നമുക്ക് അപ്പോഴും ആ ഒരു വാവ് ഫാക്ടർ അവിടെ മിസ്സാവുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ അഭിനയിച്ചവരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ചെമ്പൻ വിനോദ്, ബേസിൽ, ചാന്ദിനി, ശിവജിത്ത്, സൗബിൻ ഇങ്ങനെയുള്ളവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായി വന്നിട്ടുള്ളത്. ഇവർ കൂടാണ്ട് പിന്നെയും കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ബേസിലിന്റെ കാര്യം ആദ്യം പറഞ്ഞു, ചൈൽഡ്ഹുഡ് ട്രോമയ്ക്കുള്ള ക്യാരക്ടറാണ്. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ബേസിലിന്റെ സിനിമകൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഇദ്ദേഹം ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൗബിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കണ്ണൻ എന്ന് പറയുന്ന അംഗപരിമിതിയുള്ള ഒരു കഥാപാത്രമാണ്. നല്ല രസമായിട്ട് സൗബിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ മാക്സിമം എന്ന് പറയുന്ന പോലെ സൗബിൻ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് വർക്കായിട്ടുണ്ട്. ചാന്ദിനിയുടെ ക്യാരക്ടർ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ആ ഒരു നിഗൂഢതയൊക്കെ കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിനോട് മാക്സിമം അവർക്ക് നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ശിവജിത്ത് ചെയ്തിട്ടുള്ള കൊമ്പൻ ബാബു എന്ന് പറയുന്ന ക്യാരക്ടർ.
ആ ഒരു കൊമ്പൻ ബാബുവിന്റെ മസ്കുലിൻ ക്യാരക്ടർ എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ആ ഒരു കരേജ് ആണെങ്കിലും ഡൊമിനൻസ് ആണെങ്കിലും സ്ട്രെങ്ത് ആണെങ്കിലും ഒക്കെ അത് കണ്ടിരിക്കാൻ രസമുണ്ട്. ആ ഒരു ക്യാരക്ടർ ഇതിനകത്ത് മുണ്ടൊക്കെ ഊരിയിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. എനിക്കിത് കാണുന്ന സമയത്ത് ഈ ഒരു മസ്കുലിൻ ക്യാരക്ടർ ഒക്കെ വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പണ്ടത്തെ നമ്മുടെ മോഹൻലാൽ ചെയ്തിട്ടുള്ള ലാലേട്ടന്റെ സ്ഫടികം സിനിമയ്ക്കകത്ത് ഇദ്ദേഹം മുണ്ട് പറിക്കുന്ന സംഭവമില്ല, അതൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിയാസ് ബക്കറിന്റെ സിലോൺ എന്ന് പറയുന്ന ക്യാരക്ടർ, മറിമായം എന്ന പ്രോഗ്രാമിലൂടെ മാക്സിമം പ്രേക്ഷക സ്വീകാര്യത കിട്ടിയ വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ സിലോൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആ ഒരു സ്വീകാര്യത കൊണ്ടും ഈ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ച രീതി കൊണ്ടും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ രാംകുമാർ, സന്ദീപ്, രേവതി, പ്രതാപൻ KS ഇങ്ങനെയുള്ള കുറെ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. പേഴ്സണലി അവരുടെ പെർഫോമൻസ് ഒക്കെ എനിക്ക് വർക്കായിട്ടുണ്ട്, എനിക്ക് ഓക്കെ ആയിട്ടുണ്ട്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അൻവർ റഷീദ് ആണ്. സിനിമയുടെ ക്യാമറ ചെയ്തിട്ടുള്ള ഷൈജു ഖാലിദാണ്. ഇദ്ദേഹത്തിന്റെ ഫ്രെയിംസ് ഒക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നല്ല ഭംഗിയായിട്ട് ഫ്രെയിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഷോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഇത് ഈ എക്സ്ട്രീം ആയിട്ടുള്ള വൈഡ് ഷോട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ മാക്സിമം ക്ലോസ് കാര്യങ്ങളൊക്കെയാണ് പിടിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഫ്രെയിം ആണെങ്കിലും ആ ഒരു ക്യാമറ വർക്കൊക്കെ ആണെങ്കിലും ആ ഒരു വെച്ചിട്ടുള്ള ഷോട്ടുകളോടൊക്കെ മാക്സിമം നീതി പുലർത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. തല്ലുമാല, ഫാമിലി, പ്രേമലു പോലുള്ള സിനിമകൾക്കൊക്കെ സംഗീതം ചെയ്തിട്ടുള്ള വിഷ്ണു വിജയാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ സംഗീതം പേഴ്സണലി എനിക്ക് വർക്കായിട്ടുണ്ട്. പക്ഷേ മറ്റു വർക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ നല്ല വർക്കെന്നോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്തു എന്നോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സിനിമയെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള അഭിപ്രായമാണിത്. ഇനി സിനിമയെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 1 ലൈൻ ആണ്. പക്ഷെ അത് എൻഗേജിങ് ആക്കുന്ന രീതിയിൽ എടുക്കാൻ ഡയറക്ടർക്ക് പറ്റിയിട്ടില്ല. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ പരിമിതിയായിട്ട് വരുന്നത്.